ഓക്കെ, ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പറ്റിയാണ്. പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് വൺ വേർഡ് ആയിട്ടും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പോർഷനാണ് ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വരുന്ന വരവ് ചെലവ് കണക്കുകൾ കാണും. അത് എന്താ പറയുന്നത്, അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഒരു രാജ്യത്തിന് വേറെ കൺട്രീസുമായിട്ട് മേക്ക് ചെയ്യുന്ന എന്താ പറയുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോലുള്ള കാര്യങ്ങളുടെ ഒരു കണക്ക് ഡാറ്റ വേണം. ഈ ഡാറ്റേനെ നമുക്ക് ബാലൻസ് പേയ്മെന്റ് എന്ന് പറയാം. വേറെ രാജ്യവുമായിട്ട് ഫോറിൻ കൺട്രീസ് ഒക്കെ ആയിട്ട് മേക്ക് ചെയ്യുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു ഡാറ്റ വേണം. ആ ഡാറ്റേനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇമ്പോർട്ടും ഉണ്ട് എക്സ്പോർട്ടും ഉണ്ട്. ഇമ്പോർട്ടും ഉണ്ട് എക്സ്പോർട്ടും ഉണ്ട്. നമ്മുടെ രാജ്യത്തോട്ട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അതിന് പകരമായിട്ട് തിരിച്ച് പൈസ കൊടുക്കണം. അത് നമ്മൾ കൊടുക്കുമ്പോൾ ഏതിനായിരിക്കും? ഫോറിൻ മണിയിലായിരിക്കും കൊടുക്കുന്നത്. ഫോറിൻ മണിയിലായിരിക്കും അത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യും. ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് പൈസ ഏതിലായിരിക്കും? അതും ഫോറിൻ മണിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അതും ഫോറിൻ മണിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായ? ഈ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഫോറിൻ മണിയിലാണ് നടക്കുന്നത്. അപ്പൊ ഈ ഫോറിൻ മണിയിൽ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു ഫോറിൻ റിസർവ് വേണം. ഒരു ഫോറിൻ റിസർവ് വേണം. അതാണ് ഫോറക്സ് എന്ന് പറയുന്ന, ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അതാണ് ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ഒരു ഫോറിൻ മണി റിസർവ് ചെയ്ത് വെക്കും. അതാണ് ഫോറിൻ റിസർവ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടും ഉണ്ട് എക്സ്പോർട്ടും ഉണ്ട്. ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടും മാത്രമാണോ BOP വരുന്ന? അല്ല, അതിന്റെ അപ്പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇമ്പോർട്ട് ഉണ്ടാവും, എക്സ്പോർട്ട് ഉണ്ടാവും. അത് ഫസ്റ്റ് കേസ്. ഇത് കൂടാതെ സർവീസസ് കാണും. ഇത് കൂടാതെ സർവീസസ് കാണും. ഇത് കൂടാതെ ഇപ്പൊ ടൂറിസം മേഖലയായിട്ട് റിലേറ്റ് ചെയ്ത് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണും. ഇതെല്ലാം മെയിൻലി ഫോറിൻ മണിയിലായിരിക്കും ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ റെമിറ്റൻസ് കാണും. ഇന്ത്യയുടെ വെളിയിലുള്ള ആൾക്കാർ, NRIs റെമിറ്റൻസ് കാണും. ഓക്കെ, ഇത് കൂടാതെ FDI കാണും, FPI കാണും. FDIയും FPIയും കാണും. FPI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഇത് കൂടാതെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ബോറോ ചെയ്യാം, എക്സ്റ്റേണൽ ബോറോയിങ്സ് കാണും. അതായത് IMF നിന്ന് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, പൈസ കടമെടുക്കുക അല്ലെങ്കിൽ കടം കൊടുക്കുക. ഇതെല്ലാം തന്നെ ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇന്ത്യയിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് RBI ആണ്. ഇന്ത്യയിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ബാങ്കാണ്, ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ്. എല്ലാ രാജ്യത്തിനും ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഫോർമാറ്റ് സെയിം ആയിരിക്കും. കാരണം ഈ ഫോർമാറ്റ് എന്ന് പറയുന്ന സാധനം അത് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഈ പറയുന്ന എന്തിന്റെ BOP ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഒരേ ഫോർമാറ്റാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ BOP ഫോർമാറ്റ് അനുസരിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കറണ്ട് അക്കൗണ്ട് എന്നും പറഞ്ഞ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. അപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളിലെ എന്താ വരുന്ന പ്ലസും മൈനസും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യത്തിന് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ പ്ലസ് എന്നും മറ്റേത് നെഗറ്റീവായിട്ട് പറഞ്ഞതിനെ മൈനസ് എന്നും കാണിച്ചിട്ട് അതിന്റെ ബേസിലാണ് ഇത് കാൽക്കുലേഷൻ ഒക്കെ നടക്കുന്നത്. കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലൻസ് ഓഫ് വിസിബിൾ ആയിട്ടുള്ളതിന്, ബാലൻസ് ഓഫ് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. അതാണ് ഈ പറയുന്ന വിസിബിൾ തിങ്സിൽ വരുന്നത്. ഗുഡ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഇൻവിസിബിൾ ആയിട്ടുള്ള ബാലൻസ് ഓഫ് ഇൻവിസിബിൾ ഉണ്ട്. ബാലൻസ് ഓഫ് ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്താ? തൊടാനും കാണാനും ഒന്നും കഴിയാത്ത എന്നൊരു മീനിങ് അല്ലേ വരുന്നത്.
അപ്പോൾ ബാലൻസ് ഓഫ് ഇൻവിസിബിൾ. ഇതിനകത്ത് വരുന്നത് സർവീസസ് ഉണ്ടാവും. സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്താ പറയുന്നത്, സോഫ്റ്റ്വെയർ കൺസൾട്ടിങ്, ഇതെല്ലാം ഇതിനകത്താണ് വരിക സർവീസ്. അല്ലെങ്കിൽ ഇൻകം ഉണ്ടാവും. ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അത് ഇതിനകത്താണ് വരുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ കാണാം, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഒക്കെ കാണാം. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെമിറ്റൻസ്, ഡൊണേഷന്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, കറണ്ട് അക്കൗണ്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഏതിൽ, റെമിറ്റൻസ്, ഡൊണേഷൻസ്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ ഇപ്പുറത്തെ ലോണാണ് വരുന്നത്. ഓക്കെ, ലോൺ എന്ന് പറയുമ്പോൾ അറിയായിരിക്കും, നമ്മൾ എക്സ്റ്റേണൽ കൺട്രീസിൽ ലോൺ ലെൻഡ് ചെയ്യുക, അപ്പോൾ ലോൺ ലെൻഡിങ് വരും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കൺട്രീസിൽ നിന്നും IMF നിന്നൊക്കെ ബോറോ ചെയ്യാം, ബോറോയിങ് വരും. ഇതാണ് ക്യാപിറ്റലിനകത്ത് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് FDI, നേരത്തെ പറഞ്ഞ പോലെ തന്നെ FDI വരും, FPI വരും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് വരും. കൂടാതെ എക്സ്റ്റേണൽ ബോണ്ട്, ഓക്കെ, എക്സ്റ്റേണൽ ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്, എക്സ്റ്റേണൽ ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതെല്ലാമാണ് ഈ പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ ഇമ്പോർട്ട് കൂടുതലും അതേപോലെ തന്നെ എക്സ്പോർട്ട് കുറവാണെങ്കിൽ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മണി പോകുന്നു, ഫോറിൻ മണി പോകുന്നു, ഇങ്ങോട്ടേക്ക് കുറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഫോറിൻ റിസർവിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ മണി പോകുന്നു, അതേസമയം എക്സ്പോർട്ട് വഴി കുറച്ചേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇതിനെ CAD എന്ന് പറയും. CAD എന്ന് പറയുമ്പോൾ കറന്റ് അക്കൗണ്ട് ഡെഫിഷ്യന്റ്, എന്ന് പറയാം, കറന്റ് അക്കൗണ്ട് ഡെഫിഷ്യൻസി. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് തന്നെ വേറൊരു കേസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് 1991 ഒക്യൂർ ചെയ്യുന്നത്. 1991 എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ഇമ്പോർട്ടിനനുസരിച്ചിട്ട്, രാജ്യത്തിന്റെ ഇമ്പോർട്ടിനനുസരിച്ച് നമുക്കത് പേ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഡെപ്റ്റ് ഒന്നും നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കാരണം ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്ന അതേ വർഷം തന്നെയാണ് നമ്മുടെ എന്താ പറയുന്ന IPR, ഫിഫ്ത്ത് IPR വരുന്നത്. അതായത് 1991 IPR വരുന്നത്. ഇതിനനുസരിച്ചിട്ട് LPG മോഡൽ, റാവു മൻമോഹൻ LPG മോഡലൊക്കെ വരുന്നുണ്ട്. ന്യൂ ഇൻഡസ്ട്രി റെസൊല്യൂഷൻ പോളിസി, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നിങ്ങൾ കിടപ്പുണ്ട്, ഏതോ സെക്കൻഡോ CYQ സെക്കൻഡിലെങ്ങാണ്ട് കിടപ്പുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വരുന്നത്, ഈ ഒരു ക്രൈസിസ് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. ഇത് ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയാണ് BOP പറ്റി നോക്കാനുള്ളത്.